രാജ്യത്താകമാനം പാചകവാതകത്തിന് കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. മോദി സർക്കാരിന്റെ വലിയ പിടിപ്പുകേട് മൂലമാണ് രാജ്യത്തിന് ഈ ദുർഗതിയുണ്ടായിരിക്കുന്നത്. ലോകത്തിൽ ഇന്ധനത്തിന് ക്ഷാമം നേരിടുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണെന്നുള്ളതാണ് വാസ്തവം. മോദി സർക്കാരിന്റെ ഈ പിടിപ്പുകേടിനെതിരെ ഡൽഹിയിൽ വലിയ സമരമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പാർലമെന്റ് ഘരാവോ പ്രതിഷേധവുമായി ഡൽഹിയിലെ തെരുവിൽ ഇറങ്ങിയത്. എന്നാൽ ഇവിടെ വലിയ കോമഡിയാണ് സംഭവിച്ചത്. ഈ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസിന്റെ ബസിന്റെ ഗ്യാസ് തീർന്ന് പൊതുവഴിയിൽ നിശ്ചലമായി കിടക്കേണ്ട അവസ്ഥ വന്ന വലിയ കോമഡി. മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തല്ലാതെ വേറെ എവിടെയാണ് ഇത്രയും വലിയ തമാശ നടക്കുക? ഗ്യാസ് ഷോർട്ടേജിനെതിരെ യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ സമരവും ഈ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ മോദി സർക്കാരിന്റെ ബസ് ഗ്യാസ് തീർന്നു പോയതിനാൽ വഴിയിൽ കിടക്കേണ്ടി വന്ന കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കാണാം. എന്നെ കാണുന്ന നിങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാർച്ച് 16-ാം തീയതിയാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റ് ഘരാവോ പ്രതിഷേധവുമായി പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി ഇറങ്ങിയത്. അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബിന്റെ നേതൃത്വത്തിലാണ് പാചകവാതക ക്ഷാമത്തിനെതിരെയും ഇന്ത്യയുടെ താൽപര്യങ്ങൾ അടിയറവ് വെച്ച് അമേരിക്കയുമായുള്ള ട്രേഡ് ഡീലിനെതിരെയും ജന്തർ മന്ദറിൽ നിന്ന് വലിയ പ്രക്ഷോഭം ആരംഭിച്ചത്. आज युवा कांग्रेस को पूरे देश में एक नई पहचान दिलाने का काम इन नौजवान साथियों ने किया. ജന്തർ മന്ദറിൽ നിന്ന് ഈ സമരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ജാഥയായി പാർലമെന്റ് ഉപരോധിക്കുന്നതിനു വേണ്ടി 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുന്ന കാഴ്ചയാണ് ഇത്. ആയിരക്കണക്കിന് പോലീസുകാരെ നിരത്തി വലിയ ബാരിക്കേഡുകൾ വെച്ച് ഇവരെ മോദിയുടെ പോലീസ് തടഞ്ഞു. അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്ത് ഈ ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. സമാധാനപരമായി സമരം ചെയ്ത ഇവരെ വലിച്ചിഴച്ച് മോദിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇവരെ ഈ ബസ്സിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് വലിയ തമാശയുണ്ടായത്. ഇവർ സമരം ചെയ്തത് ഗ്യാസ് ഷോർട്ടേജിനെതിരെയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ബസ് ഗ്യാസിൽ ഓടുന്നതാണ്. വഴിമധ്യേ ഈ ബസിന്റെ ഗ്യാസ് തീർന്ന് തെരുവിൽ കിടക്കേണ്ടി വന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടുകൊള്ളൂ.
भाई हम युवा कांग्रेस के साथी आज उदय जी के नेतृत्व में जंतर मंतर पे घेराव का कार्यक्रम था। पुलिस ने हमें गिरफ्तार करा, एक बस में भर के लेके आए और उस बस का भैया देश में गैस की इतनी किल्लत है, उसकी गैस हुई खत्म। हम खड़े भी पटेल नगर, आप देख सकते हो पीछे मेट्रो है, पटेल नगर थाना है जी पीछे, और यहाँ महिला के बीच रास्ते पे खड़ा कर दिया। तो देश में गैस की किल्लत इतनी है कि पहले तो नरेंद्र गायब हुआ, फिर गैस गायब हुई, फिर सिलेंडर गायब हो गए। तो इसलिए आज हम सड़कों पर, देश की हालत ये है जी। पुलिस भी बेचारी लाचार, हम उनके साथ सहानुभूति। ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റ് ഉപരോധിക്കുന്ന സമരവുമായി ഇറങ്ങിയതാണ്. ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു ബസ്സിൽ നിറച്ചുകൊണ്ടുപോയി. രാജ്യത്ത് ഗ്യാസിന്റെ ഷോർട്ടേജ് എത്രമാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ഈ ബസ്സിന്റെ ഗ്യാസ് പോലും തീർന്നുപോയി എന്നുള്ളത്. ഞങ്ങൾ നിൽക്കുന്നത് പട്ടേൽ നഗറിലാണ്. ഇവിടെ പിന്നിൽ പട്ടേൽ നഗർ മെട്രോ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ വഴിമധ്യത്തിൽ ബസ്സിന്റെ ഗ്യാസ് തീർന്ന കാരണത്താൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഗ്യാസിന്റെ ക്ഷാമം എത്രമാത്രമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ആദ്യം നരേന്ദർ അപ്രത്യക്ഷനായി, പിന്നെ ഗ്യാസ് അപ്രത്യക്ഷമായി, പിന്നീട് സിലിണ്ടർ അപ്രത്യക്ഷമായി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത പോലീസുകാരും. ഇതാണ് മോദിയുടെ കീഴിൽ രാജ്യത്തിന്റെ അവസ്ഥ. ഇവരുടെ ഈ സമരത്തിന്റെ മറ്റ് ചില ദൃശ്യങ്ങൾ കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം വലിയ ബാരിക്കേഡുകൾ നിരത്തി ആയിരക്കണക്കിന് പോലീസുകാരെയും പട്ടാളക്കാരെയും ഇറക്കി ഇവരെ തടയുന്നത്. ഇവിടെ വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് വലിച്ചിഴയ്ക്കുകയാണ്. ഇവിടെ ഇതാ മറ്റൊരു പ്രവർത്തകനെ പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ബാരിക്കേഡുകൾ നിരത്തി ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും ആ ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ രാഹുൽ ഗാന്ധിയുടെ ബബർഷേർമാർ മറികടന്ന് ചാടുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബിനെ വലിച്ചിഴച്ചുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മോദി പോലീസ് കൊണ്ടുപോവുകയാണ്. രാജ്യത്ത് പാചകവാതകത്തിന് മാത്രമല്ല വാഹനങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്യാസിന് വരെ വലിയ ഷോർട്ടേജ് ആണ് എന്ന് മോദിയുടെ പോലീസ് തന്നെ തെളിവുകളോടെ ജനങ്ങളുടെ മുന്നിൽ അപ്രതീക്ഷിതമായി കാണിച്ചു കൊടുത്ത ദയനീയ സ്ഥിതിയാണ് ഈ സമരത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. എന്നാൽ മോദി ജനങ്ങളുടെ ഈ ദുരിതം ഉൾപ്പെടെ ഒരു ദുരിതത്തിലും യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കാണിക്കുന്നില്ല. കാരണം ജനങ്ങളെല്ലാം എതിരായാലും അതൊന്നും മോദിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന് മോദിക്ക് നന്നായി അറിയാം. ജനങ്ങളിൽ ഒരാൾ പോലും വോട്ട് ചെയ്തില്ലെങ്കിലും മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷൻ അവർക്ക് വലിയ വിജയം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇതിന്റെ പിന്നിൽ. ഗ്യാസ് ഷോർട്ടേജിനെതിരെ സമരം ചെയ്തവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ബസ്സിലെ ഗ്യാസ് പോലും തീർന്ന് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?